ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടുള്ളൊരു ഉള്ളിവടയാണ്. അപ്പോൾ ഈ ഈവനിങ് സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അത് ഞാൻ 3 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, അതുപോലെ തന്നെ മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഉപ്പ് ഓവറായിട്ട് തോന്നും. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ഉള്ളിവട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഓവറായി പോകരുത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ഒന്ന് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിത് നേരെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇത് ഒരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതൊരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചൊന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി
ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം. ഇനി ബാക്കിയെല്ലാതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടി വെച്ചിട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്